എല്ലാവർക്കും നമസ്കാരം. ഡിലീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈസി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു കിടിലൻ ഈസി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ്. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെ പെട്ടെന്ന് ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു പാൻ വെച്ചിട്ട് 2 കപ്പ് റവ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇത് ഓൾറെഡി റോസ്റ്റഡ് റവയാണ് എങ്കിലും ഞാൻ ഒന്ന് ചൂടാക്കിയെടുക്കാറുണ്ട്. അപ്പം നമ്മുടെ റവ നല്ലതായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റിയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് വേറൊരു പാൻ വെക്കാം. നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്കിനി കൊച്ചുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം, മൂത്ത് കിട്ടണം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഈ ഉപ്പുമാവ്. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്ത് കടുക് വാളിച്ചപ്പോൾ നമ്മളൊരു വറ്റൽമുളക് ഇട്ടിരുന്നു, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിനി നമ്മൾ 2 ഗ്ലാസ് റവയല്ലായിരുന്നു എടുത്തത്. അപ്പോൾ അതിനകത്തോട്ടൊരു 4 ഗ്ലാസ് അത്രയും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക്. 2 കപ്പ് റവയ്ക്ക് 4 കപ്പ് വെള്ളം. ഇതൊന്നിന് തിളയ്ക്കട്ടെ. ഇതിലോട്ട് ചേർക്കാനായിട്ട് 1 ക്യാരറ്റ് ഫുൾ ഗ്രേറ്റ് ചെയ്തതും 1 കപ്പ് തേങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങ, 1 ഫുൾ ക്യാരറ്റ്. കുട്ടികളൊക്കെ ഇങ്ങനെ ക്യാരറ്റൊക്കെ ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ അങ്ങ് കഴിച്ചോളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് കിട്ടണം. നമുക്ക് തിളച്ചിട്ടാണ് നമ്മൾ റവ ചേർക്കുന്നത്. ഇതൊന്ന് തിളയ്ക്കട്ടെ ആദ്യം. അപ്പോൾ നമ്മുടെ ഉപ്പുമാവിൻ്റെ കൂട്ടിൻ്റെ വെള്ളമെല്ലാം തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി ഉപ്പുമാവിൻ്റെ ഇതിട്ട് കൊടുക്കാം. ഈ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതിട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതുമായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓരോ റവയുടെ അനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട്. ഇത് നല്ല തരിയുള്ള റവയാണ്, അതുകൊണ്ട് നന്നായിട്ട് കിട്ടും. നമുക്ക് ഈ കറക്റ്റ് വെള്ളമൊക്കെ ചേർത്താൽ മതി, നല്ലതായിട്ട് കിട്ടും. ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടെ ആദ്യം. നമ്മുടെ റവ ഇപ്പം വേണ്ട കൂട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് 5 മിനിറ്റ് അടച്ചു വെക്കാം. ഗ്യാസ് ഓഫ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ഉപ്പുമാവൊക്കെ നല്ല വെന്ത് കണ്ടില്ലേ, നല്ല പഞ്ഞി പോലാവും നമ്മളിങ്ങനെ ചെയ്ത് കിട്ടിയാൽ. എന്നാൽ കുഴഞ്ഞു പോത്തുമില്ല, എന്നാൽ നല്ല പഞ്ഞി പോലുള്ള ഉപ്പുമാവ് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. കണ്ടില്ലേ, നമ്മുടെ ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഉപ്പുമാവാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ റെസിപ്പികളൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.